എടോ, ഒരു അക്ഷരം പഠിക്കാത്ത ദീനിന്റെ പ്രാഥമിക അറിവ് പോലുമില്ലാത്ത എന്നോടും അല്ല ഇമാം ഷാഫി അത് പറഞ്ഞത്, ഇമാമിങ്ങളോടാ പറഞ്ഞത്. ഞാൻ കാണാത്ത വല്ല ഹദീസ് സ്വഹീഹായി കണ്ടാല് അതാ എന്റെ മദ്ഹബ് കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത്. ഇമാം ഷാഫിക്ക് ജദീദായ കൗലുണ്ട്, ഖദീമായ കൗലുണ്ട്. ഖദീമായ കൗലേതാ? മാ ഖാലഹു ബിഇറാഖ്, ഇറാഖിൽ വെച്ച് പറഞ്ഞ വാക്ക് ഫിഖ്ഹിൽ എഴുതിയ നിയമമാണ് ഖദീമായ കൗല്. മിസ്രിൽ വന്നപ്പോ ഇജ്തിഹാദ് ചെയ്തപ്പോ ആദ്യത്തിന് വിരുദ്ധമായിട്ട് ഹദീസും ഖുർആനും കണ്ടപ്പോ ജദീദായ കൗല് വന്നു, പുതിയ വാക്ക് മാറ്റി. ആദ്യത്തേത് ഗവേഷണത്തിൽ വന്ന വ്യത്യാസം ഇതാ, വസ്തുനിഷ്ഠമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് പിന്നെ മനസ്സിലായത് ഇതാ, ഒരു മർക്കട കുത്തിയില്ല. ഇതാണ് ഇമാമികൾ. ഈ വണ്ടി കച്ചവടക്കാരനും കേസറ്റ് കടക്കാരനും ഈ താടിങ്ങട് നീട്ടിയിട്ട് അവൻ നേരെ അള്ളാന്റെ റസൂലിന്റെ പേരെ കുട്ടിയിരുന്നു. ഒരു വിവരം ദീനിനെ കുറിച്ചില്ല. റസൂലുള്ള പറഞ്ഞു, വിഡ്ഢിക്കിനാവുകൾ പേര് നടക്കുന്ന ചെറുപ്പക്കാരുടെ വേറെ ഒരു അവസ്ഥ, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, യഖൂലൂന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിൻ ഖൈരി ഖൗലിൽ ബരിയ, നാട്ടുകാര് പറയുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനങ്ങളാണ്. ജനങ്ങള് സമൂഹം പറയുന്നതിൽ ഏറ്റവും ഹൈറായ ഖൗല അവർ പറയാം. ആയത്ത് ഹദീസ്, ആയത്ത് ഹദീസ്. അവരായത്തിന്റെ ഹദീസിന്റെ മുന്നില് 40 കൊല്ലം ദർസെടുത്തിയ ബാത്തവയൊക്കെ തോറ്റു. ആ നിലക്ക് ഞാൻ പറയല്ല, ഹദീസാ ഞാൻ വായിക്കുന്നത്. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, നല്ല മുഞ്ചുള്ള വാക്ക്, ഇസ്തിരിയിട്ട വാക്ക് അവർ പ്രസംഗിക്കും, എഴുതും. മുത്ത് ഹബീബ് പറഞ്ഞു, യഖറഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആൻ ഓതും. പക്ഷേ ഓതുമെന്നല്ലാതെ വലാ യുജാവിസു തറാഖിയഹും, ഖുർആൻ അവർ ഓതി പ്രസംഗിക്കും, ഖുർആൻ അവർ എഴുതി പ്രബോധനം നടത്തും. ലാ യുജാവിസു തറാഖിയഹും, ഈ ഖുർആന്റെ ആയത്ത് തൊണ്ടന്റെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ആയത്ത് എന്താ തിരിയണ്ടേ? ആയത്തിലുള്ള അത്ഭുതം എന്താണെന്ന് തിരിയണ്ടേ? റബ്ബിന്റെ കലാം എന്താണെന്ന് തിരിയണ്ടേ? ഒരു കലാമിന്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് മനസ്സിലാകണ്ടേ? അതൊന്നും മനസ്സിലാകാതെ വെറും വായിൽ കിടന്ന് നാക്കിൽ തടിച്ച് അമ്മാനമാടുന്ന ഖുർആനൂത്തുകാർ, വിശുദ്ധ ഖുർആൻ അവരെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. യംറുഖൂന മിനദ്ദീൻ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, ദീനിൽ നിന്ന് അകന്നു പോകും. കമാ യംറുഖു സഹ്മു മിനർ റമ്യ, വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുന്നതിലേറെ വേഗത്തിൽ. സ്വഹാബത്തിനോട് പറഞ്ഞ ഉപമേത്, അന്ന് അമ്പുവിലുള്ള കാലല്ലേ. ഈ വില്ല് എന്ന് പറഞ്ഞ വളഞ്ഞ സാധനം ഞാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ അമ്പ് ഇങ്ങോട്ട് കൊളുത്തിയിട്ട് അങ്ങോട്ട് വിട്ടാൻ എന്താ അവസ്ഥ? എത്ര പെട്ടെന്നായി ഈ വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുക. വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുന്നതിലേറെ വേഗതയില്ലാ വിഭാഗം വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. തർക്കം, ഈ തർക്കാണ് വലിയ നാശം. തർക്കം എവിടെയും തർക്കം. ചായക്കടയിലെ തർക്കം എന്താണ്? വണ്ടിക്കച്ചവടം നടത്തുന്ന കടയിലെ തർക്കം എന്താണ്? ഓഫീസിലെ തർക്കം എന്താണ്? പള്ളിയുടെ മുന്നിലുള്ള തർക്കം എന്താ? എത്ര ഭക്ഷണത്തരാ അതൊക്കെ. ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിൽ പോയി നോക്കി, ഏതെങ്കിലും അച്ചായന്മാര് നമ്മളെ സഹോദരന്മാർ അവിടെ മുന്നിൽ നിന്നിട്ട് കശപിശ പറയുന്നുണ്ടോ? ഉണ്ടോ? അമ്പലത്തിന്റെ മുന്നിൽ പോയി നോക്ക്, ഉണ്ടോ? പെരുമ്പാവൂർ പള്ളിയുടെ മുന്നിൽ പോയി നോക്ക്, 4 ഹയവാന്മാര് മഗ്‌രിബ് നിസ്കരിച്ചാലും ഇശ നിസ്കരിച്ചാലും നിന്നിട്ട് മട്ടം കൂടി ചിലക്ക. അവിടെ എന്തോ ഒലക്കപ്പത്തെ ചിലക്കല. നിന്റെ വീട്ടിൽ പോയി ചിലക്കാൻ പറ്റില്ല, കെട്ടിയോട് കൂടുതൽ ചിലപ്പോഴേ ചൂലെടുത്ത് അടിക്കും. ചിലപ്പോ വൃത്തികേട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ചിലക്കണ? എന്താ ഈ ഭിന്നിപ്പിന്റെ ഫസാദിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. ചിന്തിക്കേണ്ട വിഷയല്ലേ നിങ്ങൾ? സഹോദര സമുദായത്തിലെ മത ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ട്. അവിടുത്തെ ഒരു അച്ചടക്കണ്ട നമ്മളെ പള്ളിയിൽ. എന്താ മനസ്സിലാക്കിയത്? എവിടെയും തർക്കം. രണ്ടഭിപ്രായം. ഒരു സംഭവം അറിഞ്ഞോ, വെറുതെ തർക്കിച്ച് നടക്കലല്ല തൗഹീദ് പ്രസംഗം, തൗഹീദിന്റെ പ്രചരണം അതല്ല. തർക്കിക്കുന്നവൻ മുഅ്മിനല്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം, ഒരിക്കൽ ഞങ്ങളിലേക്ക് നബി തങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾ ദീനിലെ ഒരു വിഷയത്തിൽ തർക്കിക്കുക. തവസ്സുലായിക്കോട്ടെ, ഇസ്തിഗാസ ആയിക്കോട്ടെ, തറാവിഹ് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ ഖുർആൻ ആയത്തിന്റെ വിഷയത്തിലായിക്കോട്ടെ, എന്തോ ദീനിന്റെ ഒരു വിഷയത്തിൽ ഞങ്ങൾ തർക്കത്തിലാണ്. ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കെ പുണ്യ ഹബീബ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ശക്തമായി ദേഷ്യപ്പെട്ടു. മുമ്പൊരിക്കലും മുത്തനബി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ദേഷ്യം കണ്ടിട്ടില്ല. അങ്ങനെ ചൂടായിട്ട് പറഞ്ഞു, സുമ്മന്തഹറന, ഞങ്ങൾ ആട്ടിയോടിച്ചിട്ട് പറഞ്ഞു, ഫഖാല മഹുലയ്യ ഉമ്മത്ത മുഹമ്മദ്, എന്റെ സമുദായമേ പുറത്തു പോകൂ, നിർത്തൂ, തർക്കം നിർത്തൂ. എന്തുകൊണ്ട്? ഇന്നമാ ഹലക മൻ കാന ഖബലകും ബിഹാദാ, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് ഇതുകൊണ്ട്. ഏതുകൊണ്ട്? തർക്കം. അവർ തർക്കിച്ചു, തമ്മിലടിച്ചു, അവർ നശിച്ചു. അതുകൊണ്ട് അവര് നശിച്ചത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തെ തർക്കം നിങ്ങൾ ഉപേക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മുഅ്മിനും തർക്കിക്കാൻ പോകൂല. മാത്രമല്ല തർക്കിച്ച് നടക്കുന്നവന് അന്ത്യനാളിൽ ഞാൻ ശഫാഅത്ത് ചെയ്യൂല. തർക്കം നിങ്ങൾ അവസാനിപ്പിക്കണേ. അവിടുത്തെ ഉപദേശം, അവിടുത്തെ നസീഹത്ത്, വസിയത്ത്. മുഅ്മിൻ തർക്കിക്കൂല, മുഅ്മിൻ ഒരിക്കലും തർക്കിക്കാൻ പോകൂല. ആരൊക്കെ തർക്കിക്കാൻ പോയോ അവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യൂല. നിങ്ങൾ തർക്കം ഉപേക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലി മക്കൾ അവർ 71 കക്ഷികളായി ഭിന്നിച്ചു. എന്നാൽ നസാറാക്കൽ അലാ 72 ഗ്രൂപ്പുകളായി ഭിന്നിച്ചു. എന്നാൽ അവരൊക്കെ 71ഉം 72മായപ്പോൾ എന്റെ സമുദായം 73 സംഘങ്ങളായി ഭിന്നിക്കും. കുല്ലുഹും അലല്ലലാല, എല്ലാ പാർട്ടിയും പിഴച്ചിരിക്കുന്നു. എന്റെ ഉമ്മത്ത് 73 കക്ഷികളാകുമ്പോൾ കുല്ലുഹും അലല്ലലാല, എല്ലാവർക്കും വഴിതെറ്റിയിരിക്കുന്നു, സ്വർഗത്തിന്റെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇല്ല സവാദൽ അഅ്ളമാ, ആ വൻസംഘമൊഴിച്ച്, ആ വലിയ കറുപ്പ് എന്ന് പറഞ്ഞാൽ ആള് കൂടുതൽ കൂടുന്നിടത്ത് വലിയ കറുപ്പ് തല കണ്ടിട്ട്, ഇല്ല സവാദൽ, ആ വലിയ സംഘം ഒഴിച്ച് ബാക്കിയൊക്കെ പഴച്ചു. കെട്ടുറപ്പോടെ, ഐക്യത്തോടെ, സ്നേഹബന്ധത്തോടുകൂടെ അൽ ജമാഅത്തായി നിലകൊണ്ട ആ വിഭാഗമല്ലാത്തതെല്ലാവരും പിഴച്ചു. സവാദുൽ ആളം അല്ലാത്തൊക്കെ പിഴച്ചു. ആ വലിയ സംഘം. ഖാലു, സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, പിഴക്കാത്ത ആ വൻ സംഘം അവരാരാണ് റസൂലേ? അതൊന്ന് പറഞ്ഞു തരുമോ? പിഴക്കാത്ത വൻ സംഘത്തെ കുറിച്ച്. ആരാ? 73 കക്ഷികളായി ഭിന്നിക്കുമ്പോ ഒക്കെ പഴച്ചു, എല്ലാം നരകത്തിലേക്ക്. ഒരു വിഭാഗം മഹാസംഘം വൽ ജമാഅത്ത് പഴച്ചിട്ടില്ല, അവര് സ്വർഗത്തിലേക്കാ. അവര് ചോദിച്ചു, ഏതാ ഈ പിഴക്കാത്ത പാർട്ടി? ആരാണ് സ്വർഗത്തിന്റെ വഴിയിലുള്ള വിഭാഗം നബിയെ? മൻഹും യാ റസൂലല്ലാഹ്, അതൊന്ന് പറഞ്ഞു തന്നാലും അവിടുന്ന് ആ വിഭാഗത്തിന്റെ ക്വാളിറ്റി, ആ വിഭാഗത്തിന്റെ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന അലാ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്ത് എങ്ങനെയാണുള്ളത്, ഞാൻ നേതാവ്, അവരനുയായികള്, അങ്ങനെ ഒരു സംഘടന. ഞാൻ നേതാവ്, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്, അനുസരണയുള്ള, സ്നേഹബന്ധമുള്ള, ഐക്യമുള്ള സ്വഹാബത്താകുന്ന സംഘം. ഇങ്ങനെ ഒരു സംഘമായി ഖിയാമത്ത് നാൾ വരെ എന്റെ പാർട്ടിക്കാരായി, ഞാൻ നേതാവായി
നിലകൊള്ളുന്ന ആളുകളുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് ഉലുൽ അംറായ ദീനിന്റെ കാര്യകർത്താക്കളായ ഇമാമുകൾക്ക് വഴിപ്പെട്ട് നിലകൊള്ളുന്ന ആ അൽ ജമാഅത്തുണ്ടല്ലോ, മാത്രമാകുന്നു അവർ. ഞാനും എന്റെ സ്വഹാബത്ത് എങ്ങനെയുള്ളത്, അങ്ങനെയുള്ള പാർട്ടി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും തിരിയാത്തവർക്ക് വിശദീകരിക്കുകയാണ്. മല്ലം യുമാരി ഫീ ദീനില്ലാഹ്, ഞാനും എന്റെ സ്വഹാബത്ത് എങ്ങനെയുള്ളത്, ഞങ്ങൾ തർക്കിച്ച് നടന്നിട്ടില്ല. മല്ലം യുമാരി ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ തർക്കിക്കാത്തവരാണവർ. ദീനിൽ തർക്കിക്കാത്ത ആളുകളാണ് 73 കക്ഷികളിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാർട്ടി. കേട്ടോ, തർക്കിക്കാത്തവരാണ്. പിന്നെയോ വമല്ലം യുകഫിർ അഹദൻ മിൻ അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ വക്താക്കളിൽ ആരെയും പിഴച്ചവരെന്ന് എന്ന് വിളിക്കാത്തവർ. തൗഹീദിന്റെ ആൾക്കാർ മുസ്ലിമീങ്ങളെ പിഴച്ചോനേന്ന് വിളിക്കാത്ത ഗ്രൂപ്പുമാണ് അൽ ജമാഅത്ത്. ഏത്? വമൻ ഒരു ഗ്രൂപ്പാണ് ഞാനും സഹാബത്തുള്ള ഗ്രൂപ്പ്. അവരെ പിഴക്കാത്ത സ്വർഗത്തിന്റെ ഗ്രൂപ്പ്. ലം യുകഫിർ അഹദൻ മിൻ അഹ്ലി തൗഹീദ്, ഏകദൈവ വിശ്വാസികൾ, ദൈവം ഒന്നുള്ളൂ, അത് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച മുസ്ലിമീങ്ങളെ പിഴച്ചവർ, മുശ്രിക്കുകൾ, കാഫിരീങ്ങൾ എന്ന് വിളിക്കാത്ത ഗ്രൂപ്പ്, അവരാണ് ആ സ്വർഗത്തിന്റെ പാർട്ടി. അപ്പൊ മുസ്ലിമീങ്ങളെ പിഴച്ചു എന്ന് പറയുന്നവർ ഈ 73 കക്ഷികളിൽ സ്വർഗത്തിന്റെ സരണിയിലുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂൽ ഏറ്റവും ഉച്ചത്തിൽ നടത്തിയ ഖുത്ബ, ഒരുപാട് പ്രസംഗം അവിടുന്ന് നടത്തി. ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ പ്രസംഗത്തെക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ഒരു പ്രസംഗം നടത്തി മദീന പള്ളിയിൽ. അങ്ങനെ അക്കിഞ്ചത്തിൽ ഒരു ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷത്തിനിടയിൽ നടത്തിയിട്ടില്ല. എന്താ സബ്ജക്റ്റ്? അത്രയും ഒച്ച വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് പരമാവധി ശബ്ദിച്ച് നടത്തിയ പ്രഭാഷണം എന്താ വിഷയം? സ്വഹാബത്ത് പറയുന്നുണ്ട്, അല്ലേ, സ്വഹീഹായ ഹദീസാണ്. ഞങ്ങൾ നബിയുടെ പിറകില് ദുഹ്ർ നിസ്കരിച്ചു. ദുഹ്ർ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ, ദുഹ്റിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ ഉടനെ ഹബീബ് മിമ്പറിൽ കയറി മഅ്മൂമീങ്ങളായ ഞങ്ങളെ നേരെ ചൂടായിട്ട് നബി തങ്ങൾ നോക്കുകയാണ്. ഞങ്ങളിൽ തെറ്റും ചെയ്തിട്ടില്ല, നിസ്കരിക്കാണ്. ദുഹ്ർ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ ഹബീബ് മിമ്പറിൽ കയറാണ്. അഖ്ബല അലൈനാ ഗൾബാന, ഞങ്ങളെ നേരെ ചൂട് പിടിച്ചിട്ടാണ് തിരിഞ്ഞു നിന്നത്, ഞങ്ങളെ നേരെ ദേഷ്യം പിടിച്ചിട്ടാണ് തിരിഞ്ഞു നിന്നത്. എന്നിട്ട് ഫനാദാ ബിസൗത്ത്, അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എത്രത്തോളം ഹദീസിൽ കാണാം, മദീന പട്ടണത്തിന്റെ ഗ്രാമമേഖലകളിലെ വീടുകളിൽ മണിയറയിൽ ഒളിച്ചിരിക്കുന്ന മംഗമാ ജനവാതിലുകൾ തുറന്നു നോക്കി, എന്താണ് ആ ശബ്ദം? മദീന പള്ളിയിൽ നടത്തിയ പ്രസംഗം പട്ടണത്തിലും നാട്ടിലും മുഴങ്ങിക്കേറ്റു. എന്താണ് ആ പ്രഭാഷണം എന്നറിയോ? ലാ തദുമ്മുൽ യാ മഅ്ശറ മൻ അസ്ലം വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബി. അതാ വിളിക്കുന്നത്, യാ മഅ്ശറ മൻ അസ്ലം വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബി. മുസ്ലിമീങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഈമാൻ ഖൽബിൽ കേറാത്ത വിഭാഗമേ, യാ മഅ്ശറ മൻ അസ്ലം, മുഹമ്മദേ, അന്തുവേ, പോക്കരേ, ഔക്കറേ, മുസ്ലിം എന്ന് പേരിട്ട് ഞാൻ മുസ്ലിമാണെന്ന് ജൽപ്പിച്ച് വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബി, ഈമാൻ ഖൽബിൽ കേറാത്ത വിഭാഗമേ, ഈമാനില്ലാത്ത മുസ്ലിമീങ്ങളെ, ലാ തദുമ്മുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ വിമർശിക്കരുത് കേട്ടോ. മുസ്ലിമീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം കാര്യം 5 കാര്യത്തിൽ വിശ്വസിക്കുകയും അനുഷ്ഠാന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും വിശ്വാസകാര്യങ്ങളായ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ ലാ തദുമ്മൂ, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. വലാ തത്ലബൂ ഔറാത്തിഹിം, അവരുടെ നഗ്നതകൾ നിങ്ങൾ മാന്തി നോക്കരുത്. അങ്ങനെ അത്രയും ഉച്ചത്തിലൊരു ഖുത്ബ നടത്തിയിട്ടില്ല. ഒരു മുസ്ലിമിന്റെയും കുറവ് നീ പരിശോധിക്കരുത്, മാന്തി പരിശോധിക്കരുത്. ഇങ്ങനെ നോക്കണ്, എങ്ങോട്ടാ പോണേ, എങ്ങോട്ടാ പോണേ, തെളിവില്ല. എന്താ ചെയ്തത്? 101 സ്വലാത്തോ? തെളിവില്ല.
എവിടേത് കുറ്റം കിട്ടാൻ നോക്കി നടക്കുക. ഇത്ര കനത്ത താക്കീതിൽ പറഞ്ഞ വേറെ ഹദീസില്ല, വേറെ ഖുതുബല്ല. ലാ തദുമ്മുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, ശിർക്ക് ആരോപിക്കരുത്, കുഫ്ർ ആരോപിക്കരുത്. അവരുടെ ഔറത്തുകൾ നിങ്ങൾ ചികഞ്ഞു പരിശോധിക്കരുത്. കാരണം എന്താണെന്നറിയോ? ഫഇന്നഹു മൻ യത്ലബു ഔറത അഖീ ഫതഖല്ലാഹു സിത്രഹു. തന്റെ സഹോദരന്റെ മുസ്ലിമിന്റെ ഔറത്ത് മാന്തി പുറത്തിട്ടാല് അല്ലാഹ് അവന്റെ മറ പൊളിക്കും. വലൗകാന ഫീ ജൗഫി ബൈതി, അവൻ വീട്ടിലെ ഭാര്യാസന്താനങ്ങളോടൊപ്പം ഒളിച്ചിരിക്കുന്ന ആളാണെങ്കിലും അവന്റെ നഗ്നത അല്ലാഹു പരസ്യപ്പെടുത്തും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെയും ന്യൂനതകൾ നിങ്ങൾ പരതി പുറത്തിടരുത്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്? വജ്ഹി കലാമൽ ഖൗമ ഗൈറ മുഖത്തിന. ഒരാളെ വാക്ക് കേട്ടാല് അത് 3 വ്യാഖ്യാനം അനുസരിച്ച് തെറ്റാണ്, ഒരു വ്യാഖ്യാനം അനുസരിച്ച് ആ വാക്ക് ശരിയാണ്. ഒരാളൊരു വാക്ക് പറഞ്ഞ് 3 വ്യാഖ്യാന പ്രകാരം തെറ്റാണ്, ഒരു വ്യാഖ്യാന പ്രകാരം ശരിയാ. ആ ശരിയായ വ്യാഖ്യാനം എടുക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എന്നൊരു ലഘുലേഖ അടിച്ചിറക്കി. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഘുലേഖ നാട്ടിലാകെ വിതരണം ചെയ്തു. എന്താ ലഘുലേഖ? ഫൈസലു തഫ്രീഖ. ആളുകൾ പരസ്പരം കുഫർ ആരോപിച്ചു, ബിദ്അത്ത് ആരോപിച്ചു, ശിർക്ക് ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ ഇമാം ഗസാലി അതിനെ ചോദ്യം ചെയ്ത് ഇറക്കിയ ലഘുലേഖയാണ് ഫൈസലു തഫ്രീഖ ബൈനൽ ഇസ്ലാമി വസന്തഖ. അതിൽ പറയുന്നുണ്ട്, ഒരാൾ ഖുർആനിൽ സഹാബത്ത് പറഞ്ഞ അർത്ഥം, താബിഈങ്ങൾ പറഞ്ഞ അർത്ഥം, ആ അർത്ഥം പറയാതെ പുതിയൊരു അർത്ഥം പറഞ്ഞു. എന്നാൽ അതിന്റെ പേരിൽ പോലും അവനെ കാഫിറാക്കാൻ പാടില്ല. അത്ര സൂക്ഷിക്കേണ്ട മേഖലയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുസ്ലിമീങ്ങളുടെ വൈകല്യങ്ങൾ, പോരായ്മകൾ, നഗ്നതകൾ പുറത്ത് തോണ്ടിയിടുന്നവർ അവരെ അല്ലാഹു നാണം കെടുത്തും, ദുനിയാവിലും ആഖിറത്തിലും നാണം കെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ എന്തറിയോ? തൗഹീദിനെ പറയണ്ടേ, സമൂഹത്തെ ശിർക്കിൽ നിന്ന് അകറ്റണ്ടേ, ആളുകൾ ബിദ്അത്തിലേക്ക് പോകുമ്പോ തടയണ്ടേ. തടയണം, അത് എഫക്റ്റ് ചെയ്യുന്നിടത്തേ തടയാൻ പാടുള്ളൂ. ഒരു ബിദ്അത്തിനെതിരെ പ്രസംഗിച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാകാൻ പാടില്ല. ശിർക്കിനെതിരെ പ്രസംഗിച്ചിട്ട് നാട്ടിലെ ആൾക്കാർ തൗഹീദ് പഠിക്കുന്നതിന് പകരം നാശത്തിൽ ആളുകൾ അകപ്പെടുകയാണെങ്കിൽ, അവിടെ വിഭാഗീയതയും ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ മിണ്ടാൻ പാടില്ല. എന്ത് തൗഹീദ് മിണ്ടാൻ പാടില്ല? ശിർക്കിനെ എതിർക്കാൻ പാടില്ല. എപ്പോഴാ ശിർക്കിനെ എതിർക്കേണ്ടത്? ശിർക്കിനെ എപ്പോഴാ എതിർക്കേണ്ടത്? എതിർക്കപ്പെട്ടാൽ ആർക്കെങ്കിലും കാര്യം മനസ്സിലാകുമെന്ന് ബോധ്യമുള്ള സമയത്താണ് എതിർക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തെളിവാണത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ സീനാ പർവ്വതത്തിലേക്ക് പോകുമ്പോ ഇസ്രായേലിയുടെ ഉത്തരവാദിത്തം മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? അല്ലേ? ഹാറൂൻ നബിയോട് പറഞ്ഞു, ഈ മക്കളെ നോക്കണം, ഞാൻ പോയി വരുവോളാം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വരിക, വരുന്നത് വരെ ഈ ഖൗമു വല്ല ഹലാക്കുണ്ടാക്കുന്നത് നോക്കണമെന്നും പറഞ്ഞ് സഹോദരനായ ഹാറൂൻ നബിയെ ചുമതലപ്പെടുത്തിയിട്ടാണ് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയത്. ആ തക്കത്തിൽ സാമിരി പശുക്കുട്ടിയുമായി വന്നു, മന്ത്രവാദി പശുക്കുട്ടിയുമായി വന്നു. പശുക്കുട്ടിയെ ഇസ്രായേലിൽ പൂജിച്ചു, ആരാധിച്ചു, ദൈവാക്കി. ആരാധനക്കർഹത പശുക്കുട്ടിക്കുണ്ട് എന്ന് അവർ ജൽപ്പിച്ചു. ആകാശഭൂമി പഠിച്ചത് പശുക്കുട്ടിയൊന്നുമല്ല, പക്ഷെ ആരാധിക്കപ്പെടാൻ മാത്രം വലിയ ദൈവം തന്നെയാണ്, വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ വസ്തുവാണ് പശുക്കുട്ടി എന്ന് അവർ വിശ്വസിച്ചു. അവരതിന് സുജൂദ് ചെയ്തു. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ഇന്ത്യ കൗമേ, പശുക്കുട്ടിക്ക് സുജൂദ് ചെയ്യുന്ന കൗമേ നിർത്തു എന്ന് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചില്ല, പറഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തും കൊണ്ട് വന്നപ്പോ ആൾക്കാരൊക്കെ സാമിരിന്റെ പശുക്കുട്ടിയെ ആരാധിക്കുക, അല്ലാഹനെ മറന്നു. വിശുദ്ധ ഖുർആൻ രംഗം പറയുന്ന ശൈലി നിങ്ങൾ നോക്കണം. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖാല യാ ഹാറൂനു മാ മനഅത ഇൻ റഅയ്തഹും വല്ലൂ. ഖാല യാ ഹാറൂനു മാ മനഅക ഇൻ റഅയ്തഹും വല്ലൂ അല്ലാ തത്തബിഅൻ അഫഅസൈത അംരി. മൂസാ നബി തൗറാത്ത് വാങ്ങി വന്നിട്ട് ഈ ചാർജ് ഏൽപ്പിച്ച ഹാറൂൻ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താണ് നബി മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചത്? യാ ഹാറൂൻ, എടാ ഹാറൂനേ, മാ മനഅക ഇദ് റഅയ്തഹും ലല്ലു.
ഈ കൗമൊക്കെ പിഴച്ചത് നീ കണ്ടപ്പോൾ എന്തേ നിനക്ക് തടസ്സം? മാ മനാക്ക, എന്ത് തടസ്സാ നിനക്കുണ്ടായത്? ഇത് ഇവരൊക്കെ പിഴച്ചത് കണ്ടപ്പോ തടയാതിരിക്കാൻ എന്ത് പ്രതിബന്ധമാണ് നിനക്കുണ്ടായത് എന്നും പറഞ്ഞു ഒറ്റ പിടുത്ത താടി പിടിച്ചത് ഖുർആൻ പറയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂൻ നബിയുടെ താടിയിൽ കയറി പിടിച്ചത് പറയുന്നില്ല. എന്നാ പിടുത്തം പിടിച്ചിട്ട് വിടാനുള്ള സംഭവം അത് ഹാറൂൻ നബിയുടെ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. എടാ ഹാറൂനെ, ഇവര് പഴച്ചപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞാൻ പറഞ്ഞ കൽപ്പന നീ ധിക്കരിച്ചല്ലോ, നീ എതിര് കാണിച്ചല്ലോ. ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്റെ കൽപ്പനക്ക് നീ മാറു കാണിച്ചു, എതിര് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോ മഹാനായ നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം ആ മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത മറുപടി ഖുർആൻ, قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു വ്യക്തമാക്കുന്നു ഈ സംഭവം. എന്റെ ഉമ്മാന്റെ മോനെ, എന്റെ സഹോദര, എന്റെ മൂസ, എന്റെ താടിയിൽ നിന്നും തലയിൽ നിന്നും പിടിവിടൂ. താടിയിൽ പിടിച്ച് വേദനിപ്പിക്കല്ലേ. യബ്ന ഉമ്മ, എന്റെ ഉമ്മാന്റെ മോനെ, ലാ തഅഖുൽ ബിലിഹ്യതി വലാ ബിറഅസി, എന്റെ താടിയിൽ നിന്നും തലയിൽ നിന്നും പിടിവിട്. എന്തേ ഞാൻ ശിർക്ക് എതിർക്കാതിരുന്നത്? പശുക്കുട്ടിയെ പൂജിച്ചപ്പോൾ എന്താ എതിർക്കാതിരുന്നത്? ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ, ഞാൻ എതിർത്താൽ ഇസ്രായേൽ രണ്ടാകും, രണ്ട് ഗ്രൂപ്പാവും. ഒരു ഗ്രൂപ്പ് എന്റെ ഒപ്പം കൂടെ ഉറപ്പാ, ഒരു ഗ്രൂപ്പ് പശുക്കുട്ടിന്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ അവിടെ ഭിന്നിപ്പുണ്ടാവും. ഭിന്നിപ്പുണ്ടായാൽ ഇന്നി ഖശീതു അൻ തഖൂല, ഇപ്പൊ ഈ നാവ് കൊണ്ട് എന്നോട് ഇത് ചോദിക്കുന്ന മൂസ, താങ്കൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പേടിച്ചു. ലിമ ഫറഖത ബൈന ബനി ഇസ്രായീൽ, എന്തിനാ ഇസ്രായേലി മക്കൾക്കിടയിൽ തൗഹീദ് പ്രസംഗിച്ച് ഭിന്നിപ്പുണ്ടാക്കിയത് എന്ന് ചിലപ്പോ ഈ നാവ് കൊണ്ട് എന്നെ ചോദിക്കും നിനക്ക് തോന്നി. അതുകൊണ്ട് തൽക്കാലപ്പതി തൗറാത്ത് കൈ കിട്ടിയാൽ വരുവോലോ ഓരോ നാട് പൂജിക്കട്ടെ ഞാൻ കരുതി, ഞാൻ പ്രതികരിച്ചില്ല. ഈ ഉത്തരം കേട്ട മൂസാ നബി, ഒന്നും ശരിയല്ല, തൗഹീദ് അചഞ്ചലമാണ്, ശിർക്ക് മഹാപരാധമാണ്, അല്ലാഹു പൊറുക്കാത്ത തെറ്റ ശിർക്ക്, അതുകൊണ്ട് എന്തിനാ എതിർക്കാതിരുന്നത് എന്ന് ചോദിച്ചില്ല. ഈ മറുപടി ഹാറൂൻ നബി പറഞ്ഞാൽ എന്ത് എതിർക്കാതിരുന്നത്? ഇവിടെ ഗ്രൂപ്പീസ് ഉണ്ടാവും, തമ്മിത്തല്ല്. ഞാൻ തൗഹീദിലേക്ക് പശുക്കുട്ടിയിൽ നിന്ന് അകറ്റിയിട്ട് അള്ളാഹുവിലേക്ക് വിളിച്ച എല്ലാവരും പോരുമെങ്കിൽ ഓക്കെ, ഒരു ന്യൂനപക്ഷം പോരും, പക്ഷെ അവിടെ ഭിന്നിപ്പും ഫസാദും ഉണ്ടാവും. ഏതായാലും നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചു. മൂസാ നബി നിർത്തി, പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അള്ളാഹു വഹി ഖുർആൻ ആയത്തിലൂടെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചത് ഇതിലാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തിനാ ഈ ചരിത്രം പറഞ്ഞ്? ലോകത്ത് എത്ര ചരിത്രം ഉണ്ടായി, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ ചരിത്രം ഇതെന്തിനാ നമ്മളോട് പറഞ്ഞത്? ശിർക്ക് എതിർക്കുകയാണെങ്കിലോ അത് അവസരം നോക്കിയിട്ട് എതിർക്കണം തന്നെ. മൂസാ നബി നേരെ സാമിരിന്റെ നേരെ ചോദിച്ചിട്ട്, എന്താടാ സാമിരി, എന്താടാ നിനക്ക് പറയാനുള്ളത്? ഞാൻ തൗറാത്തും കൊണ്ടാ വന്നത്, എന്താ നിനക്ക് പറയാനുള്ളത്? പിന്നെ സാമിരിയോടാ ചോദ്യം. മഹാനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാം വെറുതെ വിട്ടു. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. അപ്പൊ ശിർക്ക് എതിർക്കുക, തൗഹീദ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്, ശിർക്ക് എതിർക്കൽ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുഅ്മിനീങ്ങളായ മുവഹ്ഹിദുകളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരെ തെറ്റാണ് ചെയ്യുന്നത്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഐക്യത്തിനുള്ള പ്രത്യേകത എത്ര വലുതറിയോ? കഅബ, വിശുദ്ധ കഅബ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ചങ്കിലെ ചോരയല്ലേ, വിശ്വാസികളുടെ കരുത്തായ കഅബ. ഇന്ന അവ്വല ബൈത്തിൽ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. അല്ലാഹു പറഞ്ഞല്ലോ, കഅബയെ വർണ്ണിച്ച്, കഅബയെ വിവരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, മാനവരാശി, മാനവകുലത്തിന്റെ ആദ്യത്തെ പള്ളി കഅബ, അത് ഹുദൽ ലിൽ ആലമീൻ, ലോകത്തിനാകെ വഴികാട്ടുന്ന അല്ലാഹുവിലേക്ക് കഅബ. ആ കഅബ നമ്മുടെ അഭിമാനത്തിന്റെ സ്തംഭമാണ്, തൗഹീദിന്റെ സ്തംഭമാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രൗഢഗംഭീരമായ മില്ലത്തിന്റെ ഗോപുരമാണ്. അല്ലേ?
ഈ കഅബ കാഭാഗം പുറത്താ. ഇന്ന് നമ്മൾ കാണുന്ന കഅബ ഏകദേശം കാൽഭാഗം പുറത്താ. എങ്ങനെ ഇത് പുറത്തായത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബയുടെ ഉൾഭാഗം മുഴുവൻ ഇന്നത്തെ കഅബയുടെ ഉള്ളിലില്ല. എങ്ങനെയത് പുറത്തായത്? ഖുറൈശികൾ ഇത് പുനർനിർമ്മാണത്തിന്റെ ഘട്ടമെത്തിയപ്പോ, കെട്ടിടം ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടമായപ്പോ ഖുറൈശികളുടെ കാലത്ത് ഒരു പുനർനിർമ്മാണം അത്യാവശ്യമായി. ഖുറൈശികൾ സമൂഹത്തോട് വിളംബരം നടത്തി, ഇതാ മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ ആരാധനാലയ, അവിടെ ലാത്തയും ഉസ്സയും ഹുബുലുല്ലയും മനാത്തയും ദൈവങ്ങളൊക്കെ ഉണ്ട് ആ പള്ളിയിലുള്ളിൽ. ഖുറൈശികൾ പറഞ്ഞു, ഇതിന് പിരിവ് വേണം, ഇതൊന്ന് പൊളിച്ച് നന്നാക്കി റീകണ്ടീഷൻ ചെയ്യണം, പിരിവ് വേണം. പക്ഷേ കൊള്ളപ്പലിശക്കാരൻ പിരിവ് തന്നാൽ വാങ്ങൂല, കള്ളന്മാരുടെ പിരിവ് വാങ്ങൂല. വെട്ടിപ്പും തട്ടിപ്പും നടത്തി പണം സമ്പാദിച്ച് തടിച്ചു കൊടുത്തവരുടെ പൈസ വേണ്ട. ഹലാൽ തയ്യിബ് അധ്വാനിച്ചുണ്ടാക്കിയ പണം ആരൊക്കെ കൊണ്ടുവരുന്നുവോ ആ പൈസ നമ്മൾ ഇതിന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും. അന്നേ തീരുമാനിച്ചതേ മുശ്രിക്കുകളെ കൊണ്ട് അള്ളാഹ് പണിയിപ്പിക്കുക. കാരണം ഇത് തൗഹീദിന്റെ ഗോപുരമാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ സുന്ദരമായ ഗേഹമാണ്. അള്ളാഹു മുശ്രിക്കുകളെ നാവ് കൊണ്ട് പറയിപ്പിച്ചു, ഹലാൽ തയ്യിബ് കൊണ്ടുവന്നാലേ സ്വീകരിക്കുള്ളൂ. ഇന്നിപ്പോ പള്ളിന്റെ പുനർനിർമ്മാണം വന്നു, പള്ളിപ്പണി വന്നു, ഏറ്റവും വലിയ പലിശക്കാരനെ പോയി ഭീഷണിപ്പെടുത്താൻ തന്നോ അല്ലെ നിന്റെ കഥ കഴിക്കുന്നു, അങ്ങനെ പള്ളി പണിയുന്നത്. എങ്ങനെ ഇതൊക്കെ നന്നാവുക? അവിടുത്തെ ഇബാദത്ത് എങ്ങനെ ശരിയാവുക? മദ്രസ അങ്ങോട്ട് ഉണ്ടായി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പള്ളി അങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി. ഏത് കാശി, എവിടുന്ന് കാശ്? പള്ളി കമ്മിറ്റിക്കാരൻ ആലോചിക്കണം, പലിശക്കാരന്റെ അടുത്ത് പൈസ വാങ്ങാൻ പാടില്ല. തട്ടിപ്പും വെട്ടിപ്പും ഹറാമായ നിലക്ക് സമ്പാദിച്ചവൻ പള്ളിപ്പണിക്ക് 1,01 രൂപ എന്ന് പറഞ്ഞാൽ നിന്റേത് വേണ്ടാന്ന് പറയണം പള്ളി കമ്മിറ്റിക്കാർ. അറിയാം നിങ്ങൾക്ക്? ഖുറൈശികൾ പറഞ്ഞു ഹലാൽ തയ്യിബ് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഹലാൽ തയ്യിബ് മാത്രം കിട്ടിയേക്കുമ്പോ ഇത് മുഴുവൻ പണിയിപ്പിക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ഖുറൈശികൾ പണിയിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത എടുപ്പിൽ നിന്ന് ഏകദേശം കാൽഭാഗം പുറത്തായ നിലയിൽ എടുപ്പവർ ഉയർത്തി, കഅബ അവർ കെട്ടിപ്പണിതുയർത്തി. ഏകദേശം കാൽഭാഗം പുറത്തായി. ഇന്നും ആ കാൽഭാഗം പുറത്താണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹജറുൽ അസ്വദിന്റെ റുക്നുൽ യമാനിയുടെ ആ ഭാഗത്തൊരു കെട്ട് അല്ലെ? തവാഫ് ചെയ്യുമ്പോ ആ കെട്ടിന്റെ അകത്ത് കയറരുത് എന്ന് ഫുഖഹാ ഇമാമികൾ പറഞ്ഞു. കാരണം അത് കഅബയുടെ ഉള്ളിൽപ്പെട്ട സ്ഥലം. എങ്ങനെയത് പുറത്തായത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മത്താഫില് മഹദി പ്രിയപത്നി ആയിഷ ബീവിയുടെ കൈപിടിച്ച് മത്താഫില് തവാഫിന് വന്നപ്പോൾ ആയിഷ ബീവിയോട് റസൂല് പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, യാ ആയിഷ ഇന്ന ഖൗമക്കി, നിന്റെ ഉപ്പാപ്പമാരായ ഖുറൈശി നേതാക്കന്മാർ ലമ്മാ ബനൗൽ കഅബ, ഈ കാണുന്ന കഅബ പണിയിപ്പിച്ചപ്പോൾ, പുനരുദ്ധരിച്ചപ്പോൾ, പുനർനിർമ്മിച്ചപ്പോൾ ഇഖ്തസറു അൻ ഖവാഇദി ഇബ്രാഹിം, നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതതുപോലെ അവർ പണിതില്ല, അവർ ചുരുക്കിക്കളഞ്ഞു. അവരുടെ ചുരുക്കത്തിന് കാരണം ന്യായമായിരുന്നു. അതുകൊണ്ട് ആയിഷ, നിന്റെ പിതാക്കൾ ഖുറൈശി തറവാട്ടിലെ പൂർവ്വപിതാക്കൾ ഈ കഅബയെ ഇബ്രാഹിം നബി പണിതതുപോലെ പണിതില്ലല്ലോ, ഇഖ്തസറു, അവർ ചുരുക്കിക്കളഞ്ഞല്ലോ. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് ചോദിച്ചു, റസൂലേ, എന്നാൽ അലാ തറുദ്ദുഹാ അലാ ഖവാഇദി ഇബ്രാഹിം, അങ്ങേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതതുപോലെ പണിതുകൂടെ? അതിന് ഫണ്ടുണ്ട്, അതിന് അധികാരമുണ്ട്, അത് പണിയാൻ ഉമ്മത്തുണ്ട്. യാ റസൂലല്ലാഹ് അലാ തറുദ്ദുഹാ അലാ ഖവാഇദി ഇബ്രാഹിം, അന്ന് ഖുറൈശികൾക്ക് പണമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഞാൻ ചോദിച്ചു, റസൂലേ, എങ്കിൽ അങ്ങേക്ക് ഇതൊന്ന് പുതുക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെ പണിതത് അങ്ങനെ അത് പണിതുകൂടെ? ഫഖാല റസൂലുള്ളാഹ്, പുണ്യ റസൂൽ എന്നോട് അവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? യാ ആയിഷ ലൗലാ ഹിദ്സാനു ഖൗമികി ബിൽ കുഫരി ലഫഅൽതു. ആയിഷ, എന്റെ പ്രിയപ്പെട്ട സഹാബത്ത് പുതുവിശ്വാസികളാണ്, പുത്തൻ മുസ്ലിമീങ്ങളാണ്. അവര് ഇന്നലെ വരെ ശിർക്കിലും കുഫ്രിലുമായിരുന്നു. ആയിഷ, ഞാന് ഇന്ന്
തിരക്ക് പിടിച്ചു പെട്ടെന്ന് ഇബ്രാഹിം നബി പണിതതുപോലെ ഈ അകത്തുള്ള ഭാഗം അകത്താക്കി പണിതാൽ അവർ ഭിന്നിക്കും. എന്റെ സ്വഹാബത്ത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് കഅബ മുക്കാൽ മതി. ഉമ്മത്ത് ഐക്യപ്പെടുകയാണ്. കഅബ മുഴുവനായി നിലകൊള്ളുന്നതിലേറെ പ്രാധാന്യവും മഹത്വവും വലിപ്പവും ഉമ്മത്തിന്റെ ഐക്യം. കഅബ മുക്കാൽ മതി, ഉമ്മത്ത് ഐക്യപ്പെട്ടാൽ മതി. ഇതാണ് ദീനുൽ ഇസ്ലാം. ഇത് ഗഹനമായ വിഷയ. ഇത് പഠിച്ചിട്ട് തന്നെ പോണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പുണ്യകരമായ പ്രവർത്തനം എന്റെ സഹോദര സഹോദരി, അത്യുത്തമമായ ഒരു അമല് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് പിരിഞ്ഞു പോവാൻ സമയം കഴിഞ്ഞു. എന്താ അത്യുത്തമമായ സൽപ്രവർത്തനം എന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും, സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ, ബിഅഫ്ളല മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. സുന്നത്ത് നിസ്കാരത്തെക്കാൾ, സുന്നത്ത് നോമ്പിനേക്കാൾ, സുന്നത്തായ ദാനധർമ്മങ്ങളെക്കാൾ ഉത്തമമുള്ള മഹത്വമുള്ള പ്രതിഫലം അധികമായി കിട്ടുന്ന ഒരു സൽപ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഇത് ചോദിക്കേണ്ട താമസം സഹാബത്ത് നബിയുടെ ചുറ്റുഭാഗത്ത് തിങ്ങിക്കൂടി. അവർക്കൊക്കെ കൂലി വേണം, അവർക്ക് സ്വർഗം വേണം. എന്താ ചോദിച്ചത്? സുന്നത്ത് നിസ്കാരത്തെക്കാൾ, സുന്നത്ത് നോമ്പിനേക്കാൾ, സുന്നത്തായ ദാനധർമ്മങ്ങളെക്കാൾ പുണ്യമേറിയ ഒരു അമൽ പഠിപ്പിച്ചു തരട്ടെയോ? അവർ ഒത്തുകൂടി. എന്താണ് ഹബീബേ? ബല, പറഞ്ഞു തരൂ. ഫഖാല, അവിടെന്ന് പറഞ്ഞു, ഇസ്ലാഹു ദാത്തുൽ ബൈൻ. രണ്ടു പേർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക, രണ്ട് വിഭാഗത്തിനിടയിൽ ഐക്യമുണ്ടാക്കുക. അമ്മായിമ്മ തള്ളയും മരുമകളും പ്രശ്നമാണെങ്കിൽ പറ്റുമെങ്കിൽ അയൽപക്കക്കാരാ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അമ്മായിമ്മക്കിടയിലും മരുമകൾക്കിടയിലും നീ യോജിപ്പുണ്ടാക്കുക. അതിനുവേണ്ടി പണിയെടുക്കുക, പറഞ്ഞു കൊടുക്കുക, അമ്മായിമ്മയോട് പറഞ്ഞു കൊടുക്കുക. പഴയ കാലല്ല, നിങ്ങളെ കാലൊക്കെ കഷ്ടപ്പാടൊക്കെ ആയിരിക്കും. എന്നാൽ ഇന്ന് കുട്ടികൾ ജീവിക്കുന്നത് കണ്ട് നിങ്ങൾ അസൂയപ്പെടരുത്. നിങ്ങൾ അവരെ ജീവിതം അംഗീകരിക്കണം. സമാധാനം വേണം വീട്ടിലേക്ക്. ഐക്യത്തോടെ, സ്നേഹത്തോടെ, നല്ല ബന്ധത്തോടെ മുന്നോട്ട് പോകണം. ഇസ്ലാഹു ദാത്തിൽ ബൈൻ. ജമാഅത്ത് കമ്മിറ്റിയിൽ പ്രശ്നം, അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ പ്രശ്നം, രാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കിടയിൽ പ്രശ്നം, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഗ്രൂപ്പ് ഉണ്ടായിക്കോട്ടെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഭിന്നിക്കാൻ പാടില്ല. ഏതുപോലെ ഒരു ഭക്ഷണ പാർട്ടി, ഒരു സൽക്കാരം. ഈ സൽക്കാരത്തിൽ തീൻമേശയിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? പല ഭക്ഷണം കഴിക്കുന്ന ആൾ. ചിലർ പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ടാവും, ചിലർ ചപ്പാത്തി അടിക്കുന്ന ടീമുണ്ടാവും, ചിലർ കോഴി ബിരിയാണി അടിക്കുന്നുണ്ടാവും. എന്നാലോ എല്ലാവരും ഒരു വട്ടത്തിലുള്ളത്. ഇതുപോലെ മുസ്ലിം ഉമ്മത്ത് ഒന്നാണ്. മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടുകൂടെ നിലകൊള്ളണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിനിടയിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. നബിമാർക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? ഞാനതൊക്കെ തെളിവ് സഹിതം ഉദ്ധരിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട്. സമയക്കുറവ് കൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. നബിമാർക്കിടയിൽ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഉമ്മത്ത് ഒരു സംഘമാണ്, ഒരു ജമാഅത്ത്. ഒരു സൽക്കാരത്തിൽ വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഈ ഉമ്മത്തിലുണ്ടാകും. പക്ഷേ ഈ സമൂഹം ഉമ്മത്ത് മുഹമ്മദ് ഒന്നാണ്. ഇസ്ലാഹു ദാത്തിൽ ബൈൻ. ഇത് വലിയ ഒരു പ്രാധാന്യമുള്ള മഹത്വറിയ കർമ്മമാണ്. എവിടെയെങ്കിലും ഭർത്താവും ഭാര്യയും തമ്മിൽ തല്ലുമ്പോ അമ്മായിമ്മ ഇടയിൽ കയറിയിട്ട് ഏറെ കൊളാക്കുക. എവിടെയെങ്കിലും രണ്ടാൾക്കാർ തമ്മിൽ ഇങ്ങനെ പിണങ്ങി, അയൽപക്കക്കാർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം, അവിടെ ഇരുത്തിയിലാണ് എണ്ണൊഴിക്കുക. ഇങ്ങനത്തെ ആളുകൾ എന്താണെന്നറിയോ? റസൂലുള്ളാഹി പറഞ്ഞു, ഫസാദു ദാത്തിൽ ബൈൻ. രണ്ട് പേർക്കിടയിൽ, രണ്ട് സംഘത്തിനിടയിൽ, രണ്ട് കുടുംബങ്ങൾക്കിടയിൽ, രണ്ട് അയൽക്കാർക്കിടയിൽ ഫസാദുണ്ടാക്കുന്നവർ അൽ ഹാലിഖ, സേവ് ചെയ്യുന്ന പാർട്ടിയാണ്. അൽ ഹാലിഖ, വടിക്കുന്ന പാർട്ടിയാണ്. റസൂൽ പറഞ്ഞു, ലാ അഖൂലു തഹല്ലുഖു ശൈഇ, മുടി വടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വലാകിൻ തഹല്ലുഖു ദീൻ. ഫസാദ് ഉണ്ടാക്കുന്നവൻ ഇസ്ലാം വടിച്ചു കളയാണ്. ഇസ്ലാം സേവ് ചെയ്ത് ഇസ്ലാമിനെ മൊട്ടയാക്കി ദീൻ ഒന്നും ഉണ്ടാവില്ല. പ്രിയരെ, ഈ ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ഗുണകാംക്ഷ. ഇന്നമദ്ദീനു അന്നസീഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദീൻ ഗുണകാംക്ഷ മാത്രം, ഗുണം കാക്ഷിക്കുക, അത് മാത്രം.
ഖാലൂ ലിമൻ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിച്ചു നബിയേ ആരോട് ഗുണകാംക്ഷ? ഇവിടെ ശ്രദ്ധിക്കുക. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നസീഹത്ത്, ഗുണം കാംക്ഷിക്കുക. സ്വഹാബത്ത് ചോദിച്ചു ആരോട് റസൂലേ, ആരോടാ ഗുണം കാംക്ഷിക്കേണ്ടത്? തൗഹീദിന്റെ വക്താക്കളോട് ഗുണം കാംക്ഷിക്കുക എന്ന് പറഞ്ഞില്ല. ലില്ലാഹി വലി കിതാബിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, അല്ലാഹുവിനോട് ഗുണകാംക്ഷ, ഈ സമൂഹത്തിന്റെ ഈ ലോകത്തിന്റെ സർവാണ്ഡ ഘടാഹങ്ങളുടെ നാഥനായ അല്ലാഹുവിനോട് ഗുണം കാംക്ഷിക്കുക. അള്ളാന്റെ കിതാബിനോട്, ഖുർആനോട് ഗുണം കാംക്ഷിക്കുക. അത് ലോകത്ത് പരക്കട്ടെ, അതാണ് കിതാബിനോടുള്ള ഗുണകാംക്ഷ. വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കന്മാരോട് ഗുണകാംക്ഷ. വഅമ്മത്തിഹിം, പൊതുജനങ്ങളോട് ഗുണകാംക്ഷ. പൊതുജനങ്ങളുടെ കാര്യത്തിൽ ഗുണം കാംക്ഷിക്കുക, അതാണ് ദീൻ. ശത്രുക്കളോട് പോലും ഗുണം കാംക്ഷിക്കണ്ടല്ലോ. വിശുദ്ധ ഖുർആന്റെ ഖൽബേതാ, ഹൃദയേതാ? ഏതാ ഖുർആന്റെ ഹൃദയമേതാ? സൂറത്ത് യാസീൻ, ഖൽബുൽ ഖുർആൻ. ഖുർആനിന്റെ ഹാർട്ടാണ് യാസീൻ. ആ യാസീനാകുന്ന ഹാർട്ടിൽ ഒരൊറ്റ ചരിത്ര ഖുർആൻ പറഞ്ഞ, ഒറ്റ ചരിത്രം, ഒരു ചരിത്രം മാത്രമാണ്. ഏതാണ് ആ ചരിത്രം? ഒരു മനുഷ്യൻ, അദ്ദേഹം നബിയല്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഒരു പട്ടണത്തിലെ, അന്താകിയ പട്ടണത്തിലെ പട്ട് കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. പട്ടു വിൽക്കും. പകുതി പണം മക്കളെ പോറ്റാൻ ഉപയോഗിക്കുമ്പോ ഈ പട്ട് കച്ചവടം നടത്തി കിട്ടുന്ന പകുതി സ്വതക്ക ചെയ്യും. ഈ മനുഷ്യന്റെ ചരിത്രം. അന്താകിയ പട്ടണത്തിൽ ജനങ്ങൾ അക്രമത്തിലും അനീതിയിലും മുഴുകിയപ്പോ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം 3 ദൂതന്മാരെ ആ പട്ടണത്തിലേക്ക് അയച്ചു. ഈസാ അലൈഹിസ്സലാം നിയോഗിച്ച തൗഹീദിന്റെ പ്രബോധകന്മാരായ 3 ആളുകൾ ആ സംഘം അന്താകിയ പട്ടണത്തിലെത്തിയപ്പോ ആ നാട്ടുകാർ ഈ വിഭാഗത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. ആ വാർത്ത അറിഞ്ഞപ്പോ പട്ടണത്തിലെ അങ്ങേയറ്റത്ത് നിന്ന് മുഅ്മിനായ ആ മനുഷ്യൻ ഓടിക്കിതച്ചു വന്ന് പറഞ്ഞു. സൂറത്ത് യാസീനിൽ കാണാലോ, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അലൈഹി അജ്റൻ വഹും മുഹ്തദൂൻ. സൂറത്ത് യാസീനിലെ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. പട്ടണത്തിന്റെ അങ്ങേ ദിക്കിൽ നിന്ന് ഓടിക്കിതച്ചുകൊണ്ട് ഒരാൾ വന്ന് പറയാണ്. ഓട്ടം കഴിഞ്ഞിട്ട് നിന്ന് പറയല്ല, ഓടിക്കൊണ്ട് പറയാണ്. എന്താ പറഞ്ഞത്? എന്റെ സമുദായമേ, എന്റെ നാട്ടുകാരെ, ഇത്തബിഉൽ മുർസലീൻ, ഈ ദൂതന്മാരെ വഴിപ്പെട്ടോളൂ, കച്ചറുണ്ടാക്കരുത്. ഇവര് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു വിട്ടതാ, കുഴപ്പമുണ്ടാക്കരുത്. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് പൈസ ചോദിക്കണില്ലല്ലോ, നിങ്ങളോട് സ്ഥാനോ, സംഘടനയുടെ സെക്രട്ടറി സ്ഥാനോ, പൈസ, വണ്ടിക്കൂലി ഒന്നും ചോദിക്കണില്ലല്ലോ. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗദീപങ്ങളാണ്. അതുകൊണ്ട് നാട്ടുകാരെ, നിങ്ങൾ അവരെ കല്ലെറിയരുത്, ഇവർ പറഞ്ഞത് കേൾക്കണമെന്ന് പട്ടണത്തിന്റെ അങ്ങേ ദിക്കിൽ നിന്നൊരാൾ ഓടിക്കിതച്ച് കുഴങ്ങി വന്നു പറഞ്ഞു. ആ മനുഷ്യന്റെ പേരെന്താ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ജനങ്ങളോട് പ്രബോധകന്മാർ 3 പേര് വന്ന് കാര്യം പറയുന്നതിന്റെ മുമ്പ് ഇവരെ പ്ലാന് കേട്ടപ്പോ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു, നിങ്ങൾ അനുസരിക്കണം, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇത് കേൾക്കേണ്ട താമസം അന്താകിയ പട്ടണത്തിലെ അക്രമികളായ ആളുകൾ സൂറത്ത് യാസീനിൽ പറഞ്ഞ ആ മുഅ്മിനായ മനുഷ്യനെ കല്ലെറിഞ്ഞു. കല്ലേറ് ശരീരത്തിൽ കൊണ്ട് ആ മനുഷ്യൻ വീണു. വീണ മനുഷ്യനെ അക്രമികൾ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. ചവിട്ടിന്റെ ശക്തി കൊണ്ട് ആന്തരികാവയവങ്ങൾ പുറത്തു ചാടി. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ആമാശയവും കുടൽമാലയും പുറത്തു ചാടി. ഉടനെ ആ ധീരനായ മനുഷ്യൻ രക്തസാക്ഷിയായി, വഫാത്തായി, ഷഹീദായി. ഷഹീദായപ്പോ താമസല്ല. ഖീല ദുഖുലിൽ ജന്ന, ഖീല ദുഖുലിൽ ജന്ന. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വന്നു, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളൂ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ.
ഷഹീദായപ്പോ തന്നെ അള്ളാഹ് പറഞ്ഞു, ഇപ്പൊ ഖബർക്ക് പോയിക്കോ, സ്വർഗത്തിന്റെ ഫോട്ടം കണ്ട് കിടന്നോ, എന്നിട്ട് നാളെ സ്വർഗത്തിൽ കയറാന്നല്ല പറഞ്ഞു. അള്ളാഹു പറഞ്ഞു കേറിക്കോ സ്വർഗത്തില്, എന്നിട്ട് സ്വർഗത്തില് പച്ചപ്പറവയായി പറന്നോ, പേടിക്കണ്ട, സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യനെന്താ പറഞ്ഞറിയോ? ഈ മനുഷ്യനെന്താ അള്ളാഹിനോട് പറഞ്ഞത്? പടച്ചോനെ, എന്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ പാവങ്ങളാണവർ, എന്നെ ചവിട്ടി അരച്ച് എന്റെ കുടൽമാലകൾ പുറത്തേക്ക് തള്ളും വിധത്തിൽ ചവിട്ടി എന്നെ കൊന്ന ധിക്കാരികളോട് നീ പൊറുക്കരുത് റബ്ബേ എന്നല്ല പറഞ്ഞത്. നീ സ്വർഗത്തിലേക്ക് പൊക്കോന്ന് പറഞ്ഞപ്പോ എന്റെ ജനവിഭാഗം അറിവില്ലാത്തവരല്ല റബ്ബേ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് തന്ന മഗ്ഫിറത്ത്, പാപമോചനം, അവൻ എന്നെ ബഹുമാനിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി. ഇതെന്റെ സംഘം അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇനിയെങ്കിലും തൗബ ചെയ്ത് നന്നാകുമല്ലോ. പടച്ചോനെ, അതിനുള്ള ചാൻസ് അവർക്ക് കൊടുക്കണേ. ആ ആയത്ത് അല്ലാഹു ലോകത്ത് പരത്തി. വരട്ടെ നരകത്തേക്ക്, അന്ന് എങ്ങനെയുണ്ട് ചവിട്ടിയിട്ട് അവിടെ കടന്നു നരകത്തില് എന്ന് ഞാൻ പറയുമെന്നല്ല. പടച്ചോനെ, എന്റെ കൗമിന് വിവരമില്ലല്ലോ, പടച്ചോനെ അവർക്ക് അറിവില്ലാതെ ചെയ്തു പോയതാണല്ലോ. ഇതാണ് മുത്തു റസൂലിന്റെ സഹാബത്തില് മദീനത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടെ. ഞാൻ നിർത്തുന്നത് പറഞ്ഞിട്ടും തീരുന്നില്ല. കാൽ ഭാഗം മാത്രമായിട്ടുള്ള ആയത്തും ഹദീസുമായിട്ടുള്ളൂ. ഇനി എത്ര സംഭവം പറയാനിരിക്കുന്നുണ്ട്. മദീന പള്ളിയിൽ സംഘടിച്ച സ്വഹാബത്തിനോട് പറഞ്ഞു, ഇരിക്കൂ അവിടെ, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, മിണ്ടാണ്ടിരിക്കൂ. സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ ഒരാൾ ഇപ്പോ വരും, സ്വർഗത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ച ഒരു അഹ് ഇപ്പോൾ വരും. സ്വഹാബത്ത് നോക്കി നിന്നു, പള്ളിയുടെ എല്ലാ വാതിൽക്കലേക്കും നോക്കി. അൻസാരികളിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ സഹാബി ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് പള്ളിയുടെ അകത്തേക്ക് താടിയിൽ നിന്നും കൈകളിൽ നിന്നും വുദൂഇന്റെ വെള്ളം ഇറ്റി വീഴുന്ന അവസ്ഥയിൽ പള്ളിയിൽ കയറിയിട്ട് നബി തങ്ങളും സഹാബത്ത് ഇരിക്കുന്ന സംഘത്തിന്റെ ചാരത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ നടന്നുപോയി. സഹാബത്ത് കണ്ടു, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ മനുഷ്യനെ കണ്ടു. പിറ്റേ ദിവസവും അതേ സമയം അതേ സംഘത്തോട് റസൂല് പറഞ്ഞു, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും. സഹാബത്ത് വിചാരിച്ചു ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും. നോക്കുമ്പോ തലേ ദിവസം കണ്ട അൻസാരിയായ സാധാരണക്കാരായ മനുഷ്യൻ അതേ അവസ്ഥയിൽ വുദൂ ചെയ്ത് അകത്ത് വന്ന് സലാം പറഞ്ഞു പോയി. മൂന്നാം ദിവസവും പുണ്യ റസൂൽ ഇത് തന്നെ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള മനുഷ്യൻ ഇപ്പോൾ പള്ളിയിലേക്ക് കയറി വരും. ആ മനുഷ്യൻ തന്നെയാണ് വന്നത്. ഇത് കേട്ട സാമിഈങ്ങളിലെ ഓഡിയൻസിലെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, പഠിക്കണം, വിടാൻ പറ്റൂല, ഇയാൾ സ്വർഗത്തിക്ക് ടിക്കറ്റ് വാങ്ങിയ ആളാണല്ലോ, എന്താണ് അമല്, എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ പഠിക്കണം തീരുമാനിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അബ്ദുള്ള എന്ന സഹാബി ഈ സഹാബിയുടെ അടുത്ത് പോയിട്ട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വാപ്പയായിട്ട് ചെറിയൊരു പണക്കത്തിലാണ്, അവിടെ ഒരു 3 ദിവസം എനിക്ക് അഭയം തരണം. 4ാമത്തെ ദിവസം അഭയം കൊടുക്കൂല, 3 ദിവസം വരെ മാക്സിമം തെറ്റിക്കാൻ പാടുള്ളൂ. 3 ദിവസം മാക്സിമം കൊടുക്കാം, 3 ദിവസം എനിക്ക് അഭയം തരണം. 4ാം ദിവസം വാപ്പിച്ചിട്ട് പോയി മിണ്ടാനാണ്. അപ്പോ സഹാബിമാരെ എതിർക്കുമല്ലോ. കാര്യമായ കാര്യത്തിന് 3 ദിവസം വരെ എന്താകാൻ പണിങ്ങി നിൽക്കാം. 3 ദിവസം എനിക്ക് നിങ്ങളുടെ വീട്ടിൽ അഭയം തരണം, ഞാൻ നിങ്ങളെ കൂടെ വരികയാണ്, ബാപ്പയായിട്ട് പ്രശ്നമാണ്. പോരാറുണ്ട്, കൂട്ടിക്കൊണ്ടുപോയി, പിണക്കൊന്നുമില്ല വീട്ടില്, കൂട്ടിക്കൊണ്ടുപോയി. അത്താഴം കഴിച്ച് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയെ വീക്ഷിക്കുകയാണ്. ബെഡ്റൂമിലേക്ക് പോകുന്നത് വരെ വീക്ഷിക്കണം, പിന്നുള്ള വീക്ഷിക്കാൻ പാടില്ലല്ലോ. എന്താ, ഭക്ഷണം കഴിച്ചു, ബിസ്മില്ലി ഭക്ഷണം കഴിച്ചു, വയറ് അത്യാവശ്യം സുരുസ് കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചിട്ട് ഏമ്പക്കം വിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു. നേരെ കിടപ്പറക്കിലേക്ക് പോയിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ശബ്ദം കേട്ടു. തഹജ്ജുദിന് പോലും എണീറ്റില്ല. തഹജ്ജുദിന് പോലും എണീറ്റില്ല. സുബഹി വാങ്ക് വിളിച്ചപ്പോ എണീറ്റു, നിസ്കരിക്കാൻ പോയി. പിറ്റേന്ന് നോക്കുമ്പോ ഇന്ന് ക്ഷീണം കൊണ്ടാ തഹജ്ജുദും ദിക്റൊന്നും ഇല്ലാതിരുന്നത്. പിറ്റേന്ന് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു, ബിസ്മില്ലി ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ പറഞ്ഞു, ദിക്ർ ചൊല്ലി കിടന്നു, രാവിലെ സുബഹിക്ക് എണീറ്റു. 3ാം ദിവസം തന്നെ ഊഴം കഴിഞ്ഞല്ലോ, 4ാം ദിവസം പഠിക്കാൻ ഇറക്കി വിടുമല്ലോ. 3ാമത്തെ ദിവസം പൂർണ്ണമായപ്പോ ഈ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയായ സഹാബിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, കൂട്ടുകാരാ, ഞാനും എന്റെ വാപ്പച്ചും തമ്മിൽ ഒരു പ്രശ്നമില്ല, എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കളെ കുറിച്ച് പറഞ്ഞു, താങ്കൾക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ടെന്ന്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാക്കിയ ഒരു വ്യക്തിയാണ് താങ്കളെന്ന്. എന്താണ് നിങ്ങളുടെ
നിങ്ങളുടെ അമൽ എനിക്ക് പഠിപ്പിച്ചു തരണം, അത് പഠിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. വൈറ അന്നി ഇല്ലാമാ റഅയ്ത, നീ കണ്ടില്ലപ്പ എന്റെ അമൽ, ഇതൊക്കെ തന്നെ എന്റെ അമൽ, വേറൊന്നുമില്ല. എന്നാലും ഉണ്ടാവും ഞാൻ കാണാത്തത്. വൈറ അന്നി ഇല്ലാമാ ഖദ് റഅയ്ത, നീ കണ്ടതന്നെ എന്റെ അമല്, വേറൊന്നുമില്ല, നീ കണ്ടത് തന്നെയാണ് എന്റെ അമൽ. പക്ഷെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിട്ടില്ല. ഇങ്ങനെ ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വർഗത്തിലെ ടിക്കറ്റ് ഉറപ്പാണ്, റിസർവ് ആയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു തരണം. അപ്പൊ ഈ അൻസാരിയായ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, നീ കണ്ടതൊക്കെ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഇല്ലാ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ ഹസദാ. മുസ്ലിമീങ്ങളിൽ ഒരാളോടും എനിക്ക് അസൂയയില്ല, വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല. എല്ലാവരോടും എനിക്ക് ഗുണകാംക്ഷയാണ്. എനിക്ക് ആരോടും അസൂയല്ല. എന്റെ കെട്ടികളോടില്ല, മക്കളോടില്ല, ബാപ്പാനോടില്ല, അയൽക്കാരോടില്ല, കുടുംബത്തോടില്ല, സമൂഹത്തോടില്ല, സമപ്രായക്കാരോടില്ല, നാട്ടുകാരോടില്ല, ഉലകത്തിൽ ആരോടുമില്ല. എനിക്ക് എല്ലാവരോടും ഗുണകാംക്ഷയാണ്. ഇത് മതിയോ സ്വർഗത്ത് പോവാൻ? ഇത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ ഹാർട്ടായ സൂറത്ത് യാസീനിന്റെ പ്രമേയം ശത്രുവിനോട് പോലും സഹതാപം പ്രകടിപ്പിച്ച, അവരുടെ കാര്യത്തിൽ പോലും ഗുണകാംക്ഷ കാണിച്ച ധീരന്മാരായ മുൻഗാമികൾ, ആ മുൻഗാമികളായ ആളുകളുടെ വഴിയിലാ വരണ്ടേ. അല്ലാതെ പിഴച്ചോ നോക്കിയിട്ട് ഗ്രൂപ്പ് ഇങ്ങനെ പരിശോധിച്ചിട്ട് പിഴച്ചോനെ നടുറോട്ടിൽ നിന്ന് കുറ്റം പറയുന്ന ഇതല്ല വിശുദ്ധ ദീനുൽ ഇസ്ലാം. അൽ ജമാഅ ഏതാണ് ഈ സുന്നത്ത് ജമാഅത്ത്? ഏതാണ് ഈ സംഘം? സത്യത്തിന്റെ ആളുകൾ ഏതാണ്? നേതാവ് ഏതാണ്? അനുയായി? അതൊരു വലിയ സബ്ജക്റ്റാണ്. നേതാവിന് കുറെ യോഗ്യത പറഞ്ഞിട്ടുണ്ട് ദീന്, അനുയായികൾക്കും കുറെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതക്കുള്ള സംഘടന എവിടെയുള്ളത് നോക്കിയിട്ട് അവിടെ പോയി മെമ്പർഷിപ്പ് എടുത്തോ. അത് പറഞ്ഞാൽ ഏതൊക്കെ ഔട്ടാവും. എനിക്ക് കല്ലേറും കൊള്ളുന്ന ഒരു വിഷയമില്ല. പക്ഷേ നമുക്ക് സമയമില്ല മുന്നിൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ച നമുക്കത് പറയാം. ആരാണ് നേതാവ്? ഇന്നത്തെ നേതാവ് പറഞ്ഞാല് സ്തുതിപാടൽ ഇങ്ങനെ കേട്ടിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കക്ഷത്തിൽ കുരുള്ള മാതിരി ഇങ്ങനെ പൊങ്ങണ നേതാവാ. ഇങ്ങനെ ഈ സ്തുതിപാഠകരായ ആളുകൾ നരകത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. ഈ സ്വാഗതം പ്രസംഗിക്കുന്ന സ്വാഗത ഭാഷകന്മാർ മിക്കവാറൊക്കെ നരകത്തില്. എന്താ കാരണം? മുഖസ്തുതി പാടുന്നവരെ നിങ്ങൾ കണ്ടാൽ ഈ ഗ്രൗണ്ടിലുള്ള മണ്ണ് വാരി എറിയണമെന്ന് ഖാല റസൂലുള്ളാഹി. അതെ, ഉള്ളതൊക്കെ പറഞ്ഞോ. നമ്മളെ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ പെരുമ്പാവൂർ പള്ളിയിലെ ഖത്തീബാണെന്നൊക്കെ പറഞ്ഞോ. അത് പറഞ്ഞ് പൊക്കിയിട്ട് അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഇന്നത്തെ ദീനേ. ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ പറയാ. ഇതിങ്ങനെ കേട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാ. ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാവ് ഇങ്ങനെ നിഗളിക്കുക. ഇതെന്ത് നേതാവത്? ഇങ്ങനെ നേതാവില്ല. ഇങ്ങനെ സ്തുതി പാടുന്നവർ മുത്ത് റസൂൽ പറഞ്ഞു, ജാഹിലിയ കാലം, അന്ധകാര നിബിഡമായ കാലഘട്ടത്തിൽ സ്തുതി പാടി പുകഴ്ത്തുന്ന രീതി നിങ്ങൾ കണ്ടാൽ അവന്റെ ബാപ്പാന്റെ ഹനു പോയി കടിച്ചോ. റസൂല് പറയാ, ഇങ്ങനെ ജാഹിലിയ സമ്പ്രദായം എന്താ? മത്താഫിൽ വന്നിട്ട്, അങ്ങാടിയിൽ വന്നിട്ട് പാടുക, പറയാ. എന്താ പാടുന്നത്? പറയുന്നത് അറിയോ? ഇന്ന അബാഹ വാ അബാഹ ഒരു കവിയുടെ പാട്ടാത്, നമ്മുടെ കിതാബിലൊക്കെ ഉണ്ടത്. ഇന്ന അബാഹ വാ അബാഹ എന്റെ ഓള തന്ത, തന്തന്റെ തന്ത, അവളെ തന്ത ഒക്കെ ഒരു സംഭവമായിരുന്നു. അതാ പാടുന്നത്. ഇന്ന അബാഹ, നിശ്ചയിച്ച് എന്റെ കെട്ടിയോളെ വാപ്പ, അബാഹ ഓള വാപ്പിയും അവരൊക്കെ ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ഇவ்விதത്തിൽ ഈ പൊലിമ പറയുന്ന വാർത്തകളെ നിങ്ങൾ കണ്ടാൽ അവന്റെ തന്തയുടെ ഹനിൽ പോയി കടിച്ചോളൂ. ഹനി എന്ന് പറഞ്ഞാൽ അതിന് പരിഭാഷ പറയാൻ പറ്റൂല. നമ്മൾ ഏറ്റവും അധികം നാണിച്ച് മറച്ചു വെക്കുന്ന ആ അവയവത്തിനാണ് അറബിയിൽ ഹനി എന്ന് പറയാം. ബാപ്പ ഈ പ്രൊഡക്റ്റിന് ഉപയോഗിച്ച ആയുധതാണല്ലോ, അവിടെ പോയി കടിച്ചോളൂ ഖാല റസൂലുള്ളാഹി. ഞാൻ തമാശ അശ്ലീലൊന്നും പറയല്ല, അത്ര വൃത്തികേടാണിത്.
ഇന്നത്തെ ദീൻ എന്ന് പറഞ്ഞാല് ഇതാണ്. ഏത്? ഈ പൊക്കല്, പൊക്കി വിടുക. അങ്ങനെയല്ല നേതാവ്. പൊക്കലിൽ മയങ്ങുന്ന നേതാവ് ദീനിന്റെ നേതാവല്ല. ഏതാ നേതാവ്? അണികളിൽ നിൽക്കുന്ന നേതാവിനും അണികൾക്കും ഉണ്ടാകേണ്ട യോഗ്യത വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നേതാവിന്റെ യോഗ്യത. റസൂലും മിൻ അൻഫുസികും, നിങ്ങളിലെ ഒരാൾ. മൂപ്പരിങ്ങനെ കാലുമക്കാല് കയറ്റിവെക്കുക. ഈ അനുയായികളെ കൊണ്ടുള്ള എല്ലാ സുഖവും അനുഭവിക്കാം. മൂപ്പർക്കൊരു ബുദ്ധിമുട്ടില്ല. നേതാവിനെ അർജന്റായിട്ട് രാത്രി കാണാൻ വന്നു. നേതാവ് ഉറക്കത്തില, രാവിലെ വാ. നേതാവിന് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ കൊടുത്തിട്ട് പൊക്ക കാണാൻ കിട്ടൂല. അങ്ങനെയല്ല. റസൂലും മിൻ അൻഫുസികും, അവരിലൊരു നേതാവ്. ഒരു യാത്രക്കിടെ ഒരു ആടിനെ കിട്ടി ഭക്ഷണമായിട്ട് പാചകം ചെയ്യണം. ഒരു സഹാബി പറഞ്ഞു, ഞാൻ അറുക്കാം, എനിക്ക് അറിവറിയാം, ഞാൻ കശാപ്പുകാരനാണ്. വേറെ സഹാബി പറഞ്ഞു, ഞാൻ തൊലി പൊളിക്കാം, എനിക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ തൊലി പൊളിക്കാം. പാചകത്തിന് ഞാൻ റെഡി. ഓരോരുത്തരും ഡ്യൂട്ടി ഏറ്റെടുക്കണേ. ആടിനെ കിട്ടി ഭക്ഷണം ഉണ്ടാക്കണം. അപ്പൊ ഒരു സഹാബി പറഞ്ഞു അറുക്കല് ഞാൻ ഏറ്റു, വേറെ സഹാബി പറഞ്ഞു തൊലി ഞാൻ പൊളിച്ചോളാം, വേറെ സഹാബി പറഞ്ഞു ഞാൻ പാചകം ചെയ്തോളാം, ചുട്ട് റെഡി ആയിക്കോളാം. അവരുടെ കൂട്ടത്തിലെ നേതാവ് പറഞ്ഞു, പാചകം ചെയ്യാൻ തീ വേണ്ടേ, അതിന് വിറക് വേണ്ടേ, വിറക് ശേഖരിക്കൽ എന്റെ ഡ്യൂട്ടി. സഹാബത്ത് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കും, അങ്ങ് വിറക് തേടി പോവേ. അതിന് ഈ പണികളിൽ ഏറ്റവും തരം താഴ്ന്ന പണി വിറക് തേടലാണ്. തൊലി പൊളിക്കലും അറുക്കലും പാചകം ചെയ്യലും അതിനേക്കാൾ താഴ്ന്ന പണി വിറക് തേടി നടക്കലും. അങ്ങനെ ഞങ്ങളുണ്ട് എന്നിരിക്കെ, ഞങ്ങൾ റെഡിയായിരിക്കെ അങ്ങ് വിറക് തേടി പോകെ സമ്മതിക്കില്ല ഞങ്ങൾ. നേതാവ് പറഞ്ഞു, ഇന്നീ അക്റഹുവൻ അത്തമയ്യസമിൻകും, നേതാവിന്റെ കസേരി കയറിയിരുന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ സമ്മതിക്കണം, നിങ്ങൾ എന്നെ അനുവദിക്കണം, ഞാൻ വിറക് തേടി പോകട്ടെ. നേതാവ് വിറക് തേടി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവിനാണ് അനുയായികളെക്കേറെ കഷ്ടപ്പാട്. നേതാവിനുണ്ടാകുന്ന രോഗം അനുയായികളെക്കാൾ വലിയ രോഗം. നേതാവിനുണ്ടാകുന്ന ക്ഷീണം അനുയായികൾ നോട്ടീസ് ഒട്ടിച്ച് തളരുന്നതിനേക്കാൾ വലിയ ക്ഷീണം. അങ്ങനെ ഏത് നേതാവ് അവിടെ ഉള്ളത്? ഞാൻ ഈ നേതാവിന്റെ യോഗ്യതയും ഈ അനുയായികളെ യോഗ്യതയൊക്കെ ഖുർആനിന്റെ വിശുദ്ധ ഹദീസിന്റെ സ്വഹീഹായ ഹദീസ്, ദഈഫ് വേണ്ട, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾ, ഖുർആനിൽ വന്ന ആയത്തടിസ്ഥാനത്തിൽ ഈ നേതാവിന്റെയും അനുയായികളുടെയും യോഗ്യതകൾ പറഞ്ഞാൽ എന്നിട്ട് കേൾക്കുമ്പോ മനസ്സിലാക്ക ഏതാ പാർട്ടി അൽ ജമാ, ഏതാ നേതാവ്. അങ്ങനത്തെ നേതാവിനെ കിട്ടുകയാണെങ്കിൽ കൂടെ കൂടിക്കോ. ഇല്ലേ, അങ്ങനത്തെ നേതാവിനെ കാണാനില്ല മുസ്ലിയാര്, അങ്ങനത്തെ സംഘത്തിനും കാണാനില്ല. എന്നാൽ ഫഅലൈക നഫ്സക, സ്വന്തം കാര്യം നോക്കിക്കോ. എന്നിട്ട് നീ ആലിമീങ്ങൾ ഇമാമീങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനിന്റെ തരണയുണ്ട്, ശൈത്താന്മാര് പറഞ്ഞു കേൾക്കരുത്. പൗരാണിക മുഫസ്സിറുകൾ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആശയം അത് നിനക്ക് പഠിക്കാൻ പറ്റും. അത് പഠിച്ച് അലൈക നഫ്സക, നീ വീട്ടിലിരുന്നോ, നീ കച്ചവടത്തിന് പോയിക്കോ. നാട്ടിലുള്ള കലാപവും ഫിത്തനയും നീ തിരിഞ്ഞു നോക്കണ്ട മോനെ. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഐക്യമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ജീവനാടി, ഐക്യമാണ് ഇസ്ലാമിന്റെ കാതൽ, ഐക്യമാണ് മുസൽമാന്റെ ചൈതന്യം. ഐക്യത്തെക്കാൾ മൂല്യമുള്ള മറ്റൊന്നില്ല. ഛിദ്രതയും ഗ്രൂപ്പീസവും ഫസാദും വഴക്കമുണ്ടാക്കുന്നത് പേപ്പട്ടികളെപ്പോലെ വിഷം പരത്തുന്നവരാണെന്നാണ് ലോകത്തിന്റെ ഗുരു പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ ഉമ്മത്തെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇന്ന് തൊട്ട് നമുക്ക് പണി തുടങ്ങാം. പരമാവധി ഭിന്നിപ്പിൽ നിന്ന് സമൂഹത്തെ മാറ്റുക, ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഈ സംഘം അതിനു വേണ്ടിയുള്ളതാണ്. ബഹുമാനപ്പെട്ട ടി.എച്ച്. മുസ്തഫ സാഹിബ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വെച്ചപ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ സംഘടനക്കാരും, സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ നേതാക്കന്മാർ, സമസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കന്മാർ എല്ലാവരും വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അഹ്ലുസുന്നയുടെ അജയ്യത വിളിച്ചോതിക്കൊണ്ട് ഉറക്കെ ഉറക്കെ അതിന്റെ മുദ്രാവാക്യം ഒന്നാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ വേദി കഴിഞ്ഞ വർഷങ്ങളിൽ ധന്യമായി.
വരും ദിനങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ സംഘടനകളിലുള്ള ആലിമീങ്ങൾ ഈ വേദിയിൽ ഒരുമിച്ച് കൂടും. ഇതാണ് അൽ ജമാഅ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ട് പേർക്കിടയിൽ, രണ്ട് സംഘങ്ങൾക്കിടയിൽ, സംഘടനക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. അതിന്റെ ഒരു മകുടോദാഹരണമാണ്, അതിന്റെ ഒരു കാൺവെപ്പാണ് നമ്മുടെ മുഹബ്ബത്തുർ റസൂൽ സംഗമം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ്, ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ബബ്ബ പഠിച്ചിട്ടാ പറയുന്നത്. നമുക്ക് സമയമുണ്ട്, വെള്ളിയാഴ്ചകളിൽ ഖുതുബകളിൽ നമുക്കത് വിശദീകരിച്ച് പറയാം. നിങ്ങളത് കേൾക്കണം. എന്താണ് നേതാവ്, എന്താണ് സംഘം? മുത്ത് റസൂലിന്റെ സംഘം. അല്ലാഹുവിന്റെ റസൂലാണ് ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്നത്. ആ നേതാവ്, ആ നേതാവിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന അൽ ജമാഅ, അവരാണ് സ്വർഗത്തിന്റെ വക്താക്കൾ. നമുക്ക് അവരുടെ ഐഡന്റിറ്റി പഠിക്കാം, അവരുടെ യോഗ്യതകൾ പഠിക്കാം, അവരുടെ അടയാളങ്ങൾ പഠിക്കാം. അല്ലാഹുവേ, അൽ ജമാഅത്തിന്റെ വക്താക്കളായി നീ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. പഠിച്ചവനെ, നിന്റെ ദീനിന്റെ സന്ദേശം, ഖുർആനിന്റെ അധ്യാപനങ്ങൾ, നീ ഞങ്ങളെ പഠിപ്പിച്ച ഐക്യത്തിന്റെ ആഹ്വാനം ഇവിടെ ഈ മജ്ലിസിൽ ഞങ്ങൾ ഉറക്കെ പറഞ്ഞിരിക്കുന്നു. നാഥ റഹ്മാനെ, ആ സന്ദേശം ചെവിക്കൊള്ളാനും അനുസരിക്കാനും ജീവിതത്തിൽ പകർത്താനും നീ ഞങ്ങളെയൊക്കെ സഹായിക്കണേ അല്ലാഹ്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അജയ്യത നീ നിലനിർത്തണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നീ തകരാതെ കാക്കേണമേ അല്ലാഹ്. ശത്രുക്കളിൽ നിന്ന് അഭയം നൽകണമേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് ആവേശവും വീര്യവും കരുത്തും ഈമാനികമായ ഉണർവും നീ നൽകണേ തമ്പുരാനെ. ചത്ത ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ കൊണ്ട് വളരുന്ന ജീവിക്കുന്ന ഹൃദയങ്ങളാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم دمر اعداءنا اعداءك اعداء الدين. اللهم الف بين قلوبنا، اللهم الف بيننا، اللهم الف بين قلوب المسلمين، والف بين امراء المسلمين، والف بين سلاطين المسلمين، والف بين بلاد المسلمين، والف بين جماعات المسلمين. اللهم ألف بيننا فلا نتفرق ونفشل فتذهب ريحنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا وأهلنا مسلمين وألحقنا وإياهم بالصالحين. آمين برحمتك يا أرحم الراحمين. ഇനി നാളെയും ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ് ഈ പൊതുസമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. ഇത് ഐക്യത്തിന്റെ, ഈ പ്രസംഗിച്ചത് പ്രായോഗികമാക്കുന്ന വേദികളാണ് വരും ദിനങ്ങളിൽ വരുന്നത്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.